ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഹിൽ സ്റ്റേഷനിലേക്കാണ്. അത് മസൂരിയിൽ നിന്ന് 4 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ലാൻഡൂറിലേക്കാണ് നമ്മുടെ യാത്ര. നമ്മൾ ലാൻഡോറിലേക്ക് പോയെന്ന് പറയുന്നത് ബൈ കാറാണ്. അത് ഡെറാഡൂണിൽ 1 ഡേ സ്റ്റേ ചെയ്തു. അതിനുശേഷം മസൂരിയിൽ പോയി മസൂരി സ്റ്റേ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ലാൻഡോറിലേക്ക് പോകുന്നത്. ലാൻഡോറിലേക്ക് പോകുന്ന വഴികൾ വളരെ നാരോ ആയിട്ടുള്ള വഴികളാണ്. പക്ഷേ 2 വേ ആണ്. 2 വണ്ടികളൊന്നും പോകാനുള്ള സ്പേസ് വളരെ കുറവാണ് അവിടെ ഉള്ളത്. വ്യൂസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഈ പൈൻ ട്രീസ് ഇങ്ങനെ നിൽക്കുന്നത്. വീഡിയോസിൽ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റത്തില്ല, പക്ഷെ നേരി കാണുമ്പോൾ ആ ഒരു ഫ്രഷ് ഗ്രീനി പൈൻ ട്രീസിന്റെ ആ ഒരിത്. ബൈക്ക് റൈഡിങ് ഇഷ്ടമുള്ളവർക്ക് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ്. കാരണം ഏറ്റവും കൂടുതൽ അവിടെ ബൈക്ക് റൈഡേഴ്സ് ആണുള്ളത്. നമുക്ക് റെന്റിന് ബൈക്ക് കിട്ടും, അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ആദ്യം വിചാരിച്ചത് വണ്ടിയും ഇത്തിരി മുന്നോട്ട് പാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോയി. പക്ഷെ ചർച്ചിൻ്റെ അവിടെ ആയിട്ട് പാർക്ക് ചെയ്യാൻ അവർ അനുവദിക്കുന്നതല്ല. ചർച്ചിൻ്റെ കുറച്ച് പുറകിലായിട്ട് മാത്രമേ, ഈ കാണുന്ന സ്ഥലത്ത് മാത്രമേ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. വണ്ടി റിവേഴ്സ് എടുക്കാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ, യൂ ടേൺ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവിടെ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ചർച്ചിൻ്റെ കുറച്ച് ബാക്ക് സൈഡിൽ മാത്രമേ, ഈ ഒരു ഏരിയ മാത്രമേ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവിടെ മാത്രമേ പാർക്ക് ചെയ്യാവൂ. മുന്നോട്ട് പോയാൽ അവർ പാർക്ക് ചെയ്യാൻ സമ്മതിക്കുന്നതല്ല. അപ്പം നമ്മുടെ വണ്ടി ഓൾറെഡി മുന്നോട്ട് പോയായിരുന്നു. അതുകൊണ്ട് റിവേഴ്സ് എടുത്ത് പോയി വീണ്ടും തിരിച്ചു കൊണ്ടുവരുവാണ്. ഈ കാണുന്നതാണ് ലാൻഡൂറിലെ കെലോങ് മെമ്മോറിയൽ ചർച്ച്. ഇത് സ്ഥാപിച്ചിട്ടുള്ളത് 1903 ഇതിൻ്റെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് സൺഡേ മാത്രമേ ഉള്ളൂ. ആർക്കെങ്കിലും ചർച്ചിനുള്ളിൽ എൻട്രി ചെയ്യണമെങ്കിൽ സൺഡേയിൽ 10 AM തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഈ ചർച്ച് ഒരു യൂറോപ്യൻ മോഡലിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ചർച്ചാണ്. ഇതിൻ്റെ മുന്നിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒക്കെ ചെയ്യുന്നുണ്ട്. കെലോങ് മെമ്മോറിയൽ ചർച്ചിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ലാൻഡോർ ബേക്ക് ഹൗസിലേക്കാണ് പോകുന്നത്. നമ്മൾ ഏകദേശം ഒരു 8 o'clock ഒക്കെ ആയപ്പോഴാണ്, 8:30 ഒക്കെ ആയപ്പോഴാണ് അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറുതായിട്ട് വെയിലൊക്കെ ഉറച്ചു തുടങ്ങിയിരുന്നു. അതുകൊണ്ട് അവിടെ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തിരി നേരത്തെ പോവുകയാണെങ്കിൽ ആ വെയിലിൻ്റെ ചൂടൊന്നും വെക്കാതെ നമുക്ക് പോയിട്ട് തിരിച്ചു വരാവുന്നതാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കെംറ്റി വാട്ടർഫോളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പോടുകൂടിയാണ് വന്നേക്കുന്നത്. ലാൻഡോർ ബേക്ക് ഹൗസ് കണ്ടതിന് ശേഷം നമ്മൾ അങ്ങോട്ടത്തേക്കാണ് യാത്ര പോകുന്നത്. നല്ലൊരു ഫ്രഷ് എയർ ആണ് അവിടെ ഉള്ളത്. ഒരു പൊല്യൂഷനും ഇല്ലാത്തൊരു എയർ. പൈൻ ട്രീസ് ഒത്തിരി അധികം ഉണ്ട്. അതുപോലെ നല്ലൊരു ഗ്രീനറി കൂടിയാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു അവിടുത്തെ വേയും. നല്ല അടിപൊളി ഒരു സീനറി കൂടിയാണ്. വഴി വെച്ചിട്ട് കുറച്ച് ആൾക്കാരെ കണ്ടു. അപ്പം നമ്മൾ ബേക്കറിയിലേക്ക് പോകുന്ന വേ ചോദിച്ചു. അന്നേരം അവർ പറയുന്നത് ബേക്കറി അവിടെ ഉള്ളത് കഴിക്കാനൊക്കെ ഉള്ള സാധനങ്ങളാണ് ഭയങ്കര എക്സ്പെൻസീവാണ്. ഒരു കോഫിക്ക് തന്നെ നല്ല പ്രൈസ് ആണെന്നാണ് അവർ പറയുന്നത്. നമുക്ക് മുന്നോട്ട് പോയിട്ട് നോക്കാം. അങ്ങനെ നമ്മൾ ഫൈനലി ലാൻഡോർ ബേക്ക് ഹൗസിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 1 കിലോമീറ്ററോളം നമുക്ക് നടക്കാനുണ്ട്. പുറമേ നോക്കിയിട്ട് ഒത്തിരി വലിയ ബേക്ക് ഹൗസ് ഒന്നും അല്ല. നമുക്ക് അകത്തേക്ക് ചെന്നിട്ട് നോക്കാം ശരിക്കും എന്താണ് ഇത്ര ഫേമസ് ആകാനുള്ള കാരണം ലാൻഡോർ ബേക്ക് ഹൗസ് എന്നൊക്കെ. നമുക്ക് അകത്ത് കയറി നോക്കാം. നമ്മളങ്ങനെ ലാൻഡോർ ബേക്ക് ഹൗസിൻ്റെ അകത്തേക്ക് കയറി. ഭയങ്കര വലിയ ഒരു സ്പേഷ്യസ് ഒന്നുമല്ല. അവിടെ കൂടുതലായിട്ടും കിട്ടുന്നതെന്ന് പറയുന്നത് പേസ്ട്രീസും ഡോണറ്റ്സ്, ക്രോസൻസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് അവിടെ കിട്ടുന്നത്. പിള്ളേർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. പക്ഷെ ഭയങ്കര കോസ്റ്റ്ലി കൂടിയാണ്. അപ്പം
നമ്മൾ അവിടുന്ന് കുട്ടികൾക്കായിട്ട് കുറച്ച് ഡോണറ്റ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ലാൻഡോർ ബേക്ക് ഹൗസിൻ്റെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് 8 AM to 8 PM ആണ്. നമ്മൾ ഡോണറ്റ്സിന് ഓർഡർ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ കുറേ അധികം വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട്. ലാൻഡോർ ബേക്കറി എന്ന് പറയുന്ന ഒരു ഓൾഡ് കൺസ്ട്രക്ഷൻ മോഡലാണ്, അതായത് ഒരു യൂറോപ്യൻ സ്റ്റൈൽ കൺസ്ട്രക്ഷനൊക്കെയാണ്. അപ്പം കുറേ അധികം ആൾക്കാർ കാണാൻ വരുന്നുണ്ട്. പറഞ്ഞറിയപ്പെടുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ചിൻ ടെണ്ടുൽക്കർ ഇവിടെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഒരു പ്രോപ്പർട്ടി അവിടെയുണ്ട്. അപ്പം അവിടെ വിസിറ്റ് ചെയ്യാൻ വരുമ്പം ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തെന്നാണ് പറയപ്പെടുന്നത്. അകത്ത് നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഉള്ള വ്യൂ നല്ല അടിപൊളിയാണ്, നല്ല മനോഹരമാണ്. കാരണം ഭയങ്കരമായിട്ടുള്ളൊരു നല്ലൊരു സീനറിയാണ് അവിടെ. അങ്ങനെ ലാൻഡോർ ബേക്ക് ഹൗസ് ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ്. ഈ പൈൻ ട്രീസിൻ്റെ പ്രോപ്പർട്ടീസ് എനിക്ക് തോന്നുന്നു കോസിനോക്ക് 1860-ലാണിത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അത്രയും പഴക്കമുള്ള ഒരു പ്രോപ്പർട്ടിയാണിത്. ആൾക്കാർ ഒരുപാട് ലാൻഡോർ ബേക്ക് ഹൗസ് കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 1 കിലോമീറ്ററോളം ട്രാവൽ ചെയ്യാനുള്ളത് കൊണ്ട്, നടന്നു പോകാനുള്ളത് കൊണ്ട് പിള്ളേരൊക്കെ അങ്ങോട്ട് പോകുന്ന ഒരു എനർജി തിരിച്ചു വരുമ്പോൾ കാണത്തില്ല. ശരിക്കും ടയേർഡായി ഗൈസ്, നടന്ന് ഒരു വണ്ടി കണ്ടു, ലാ വില്ല രജനി. ഭയങ്കര സ്മോളായിട്ടുള്ളൊരു വണ്ടി, നല്ല രസമില്ല കാണാൻ. ഡൽഹിക്കായ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വണ്ടിയാണിത്. ഇവിടെ ഒരു അർജുൻ സ്റ്റോഴ്സ് മൾട്ടി ഓർഗാനിക് സ്റ്റോർ കാണുന്നുണ്ട്. നമുക്ക് വേണേ അകത്ത് നോക്കിയിട്ട് എന്താ ഇതിനകത്തുള്ളത് നമുക്ക് നോക്കാം. ഫ്രഷ് ഫ്രൂട്ടും ഓർഗാനിക് ഹോം മെയ്ഡ് ഫ്രോസൺ ഡ്രൈ ഗുഡ്സ്, പീനട്ട് ബട്ടർ, ഗ്രീൻ ടീ ലീവ്സ്, marmalade, pickle, homemade banana cake, padi rajma, red rice, dry fruit. വെളിയിൽ ബോർഡിൽ എഴുതി വെച്ചിരുന്ന സാധനങ്ങളൊന്നും തന്നെ അകത്തുണ്ടായിരുന്നില്ല. കുറച്ച് വാടിയ വെജിറ്റബിൾസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ച് ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി എത്തുന്നത് വരെ കീപ്പ് ഓൺ വാച്ചിങ്. അപ്പം നമ്മുടെ അടുത്ത യാത്ര എന്ന് പറയുന്നത് കെംപ്റ്റി വാട്ടർഫോളിലേക്ക്